വിൻചേട്ടാ, പറടാ. വിൻചേട്ടൻ ഇത്ര കാലം മൂടിയിട്ട് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് എന്തിട്ട് രണ്ടു വാക്ക് പറയാനുള്ളത്? നമ്മൾ ലോഡ് എടുക്കണ ട്രാൻസ്പോർട്ട് ഓഫീസിനെ കുറിച്ചാണോ? ട്രാൻസ്പോർട്ട് ഓഫീസൊക്കെ കുഴപ്പമില്ല, നല്ലതുണ്ട് ചീത്തയുണ്ട്. എല്ലാത്തിലും നല്ലതും ചീത്തയുണ്ടല്ലോ. അപ്പം അതിൽ നമുക്ക് വാടക വളരെയധികം കുറവാണ് ഇപ്പോൾ എന്നല്ല, മുന്നേ അതിനെക്കുറിച്ചൊന്നും നമുക്ക് വണ്ടിക്കാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ ഒരു പാർട്ടിക്കോ ഒരാൾക്കും, ഒരു ഇന്ന പാർട്ടി എന്നല്ല പറഞ്ഞാൽ, ഒരു പാർട്ടിക്കോ മറ്റോ ആർക്കും ഇതിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ലോറി ലൈഫിൽ നമ്മളിപ്പോൾ ഓടിയിട്ട് നമുക്ക് വളരെ തുച്ഛമായൊരു എമൗണ്ടാണ് വാടകയായിട്ട് കിട്ടണം. അതേപോലെ വാടക കുറഞ്ഞു കഴിഞ്ഞാൽ, വാടക കുറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അതിൻ്റെ ബാറ്റ കാശ് നമുക്ക് കുറയും. പിന്നെ വണ്ടി ഓടി വരുമ്പോൾ വണ്ടിയുടെ മെയിൻ്റെനൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ മുതലാളിക്ക് ഓണർക്ക് കിട്ടുന്നത് വളരെയധികം ചെറിയൊരു എമൗണ്ട് കിട്ടാം. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഓട്ടത്തിൽ പൈസയായിട്ട് ഒരുപാട് പൈസ തിരുമറി ചെയ്യുന്നൊരു ഓണർക്ക് മാത്രമേ ഒരു പുതിയ വണ്ടിയോ അല്ലെങ്കിൽ ഒരു വണ്ടി പുറത്തേക്ക് ഓടോ, സ്റ്റേറ്റ് വിട്ട് പുറത്തേക്ക് ഓടാനോ അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മറ്റുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളായിട്ട് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നമുക്ക് ചില ആൾക്കാർ ലോഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ലോഡ് കയറ്റാൻ ചെല്ലുമ്പോൾ ലോഡ് ഇല്ലാണ്ട് വരുന്ന അവസ്ഥകളും അങ്ങനെ കുറേ ഫാൾട്ടുകളൊക്കെ ഉണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയുന്നത്, അതിൻ്റെ വിഷമം അറിയുന്നത് ലോറി ഓണർക്ക്, ലോറി ഡ്രൈവർമാർക്കാണ്. അത് ആരും അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യാറില്ല. അതുപോലെ തന്നെ നമ്മൾ ലോങ് ഓടുമ്പോൾ ഏറ്റവും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഉറക്കൊളിച്ച് ഓടിക്കുന്ന ഒരു ഫീൽഡാണ് നാഷണൽ പെർമിറ്റ് സ്റ്റേറ്റ് വിട്ട് ഓടിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിൽ തന്നെ ആയാലും ഉറക്കം ഒളിച്ച് ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നമ്മുടെ പ്രാഥമിക കാര്യങ്ങൾ നടത്താനായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് ഡ്രൈവർമാർക്ക് ഇതേവരെ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. അപൂർവം ചില സ്ഥലങ്ങളല്ലാണ്ട് കിട്ടണില്ല. ഇതിന് ഇത്ര കിലോമീറ്ററിൽ റോഡ് സൈഡിൽ തന്നെ ഇത്ര കിലോമീറ്ററിൽ ബോംബെയിലെ പോലെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ, പബ്ലിക് ടോയ്ലറ്റ് ബാത്റൂം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കും അത് കണ്ട് നമുക്ക് ഓടിച്ചവിടെ നിർത്താം. ഇപ്പോൾ പുതിയ ഹൈവേയിൽ ഇത്ര കിലോമീറ്ററിൽ ഉണ്ട്, പക്ഷെ എന്നാലും അത് വളരെയധികം ദൂര പരിധിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർമാരെ കുറിച്ച് ഒരു പഠനം തന്നെ നടത്തി ഇത് എന്തായാലും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും ഏത് ഗവൺമെൻറ് ആയാലും നമുക്ക് ഡ്രൈവർമാർക്ക് വേണ്ട ഒരു പഠനം തന്നെ നടത്തി ഡ്രൈവർമാരുടെ നല്ല രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ രീതിയിലുള്ള ഡ്രൈവിങ്, അതേപോലെ തന്നെ ചരക്ക് മറ്റുള്ള കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ പുറം സ്റ്റേറ്റുകളിൽ നിന്ന് ചരക്കുകൾ വരുന്നത് കേരളത്തിലേക്കാണ്. ഒരു കൃഷിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നല്ല രീതിയിൽ കേരളത്തിലില്ല. അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ട് ഓൾറെഡി കേരളത്തിലുണ്ട്. അപ്പോൾ ഈ വണ്ടി ഒരുപാട് വണ്ടികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഇത് കേരള സർക്കാരും കേന്ദ്ര ഗവൺമെൻറ് സർക്കാരും ഹൈവേകളിൽ ഇത്ര കിലോമീറ്റർ ദൂരപരിധിയിൽ പബ്ലിക് ടോയ്ലറ്റ് നിർബന്ധമായിട്ട് ഒരു അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെങ്കിൽ മൂലക്കുരു, ഫിസ്തുല അങ്ങനെയുള്ള മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്ന അത് പയ്യൊന്ന് കുറയും. കാരണം ബാത്റൂമിൽ പോകാൻ പറ്റാതെ, അത് ഡോക്ടർമാരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റും. ബാത്റൂമിൽ പോകാൻ പറ്റും, ഞാനൊക്കെ അത് അനുഭവിച്ചൊരു വ്യക്തിയാണ്. പറ്റാതെ നമ്മളത് പിടിച്ചു വെച്ചിരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു അസുഖങ്ങളും വേറെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാരും പുറത്തു പറയാറില്ല, നമ്മളിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞു എന്ന് മാത്രം. കാരണം അത് എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ കയറ്റാൻ വന്ന കമ്പനിയെ കുറിച്ച് എന്തിനാ പറയാനുള്ളത്? ഇപ്പോൾ കയറ്റാൻ വന്ന പെരുന്തുറയിൽ നമ്മൾ ആർ കെ സ്റ്റീൽ അത് കയറ്റാൻ വന്നിട്ട് ഇപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മളോട് പറഞ്ഞ് വേഗം വായു, നമ്മുടെ വണ്ടി ലോക്കൽ ഓടുന്ന വണ്ടിയില്ല, എന്നാലും വേഗം നമ്മൾ ലോക്കലെടുത്ത് നമുക്ക് കേരളത്തിൽ പോയി അവിടെ നിന്ന് ലോഡ് കയറ്റി നമുക്ക് അടുത്ത സ്റ്റേറ്റിലേക്ക് ലോങ് ഓടാനുള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മൾ വേഗം വായു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസ്പോർട്ട് ഓഫീസറോട് എനിക്ക് പറയാനുള്ളത്, അതായത് ഇതിൻ്റെ ബ്രോക്കർ ഓഫീസറോട് പറയാനുള്ളത്, ലോഡ് കൺഫേം ആണെങ്കിൽ അത് വിളിച്ച് സംസാരിച്ച് ലോഡെല്ലാം റെഡി ആയതിന് ശേഷം മാത്രം വണ്ടിക്കാരോട് പറയാം. ഇത് വണ്ടിക്കാർ പ്രതീക്ഷിച്ച് വരും, രാത്രി എൻട്രി ചെയ്യും, പകൽ കിടക്കേണ്ടി വരും. ചിലപ്പോൾ 2 ദിവസം കിടക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ കൂട്ടത്തിൽ, നമ്മുടെ ഈ കമ്പനിയിൽ. പിന്നെ അവളത് പെരുന്തുറ കമ്പനി, ആർ കെ സ്റ്റീലിൻ്റെ കമ്പനിയിലാണ്. ഇഷ്ടംപോലെ വണ്ടികൾ കിടക്കുന്നുണ്ട്. എല്ലാവരും ദിപ്പ ലോഡ് കയറ്റുന്ന ധരിച്ച് വന്ന വണ്ടികളാണ്.
അപ്പോൾ അതുകൊണ്ട് ലോറിക്കാരുടെ, അതായത് ഓൾ ഇന്ത്യ ഡ്രൈവേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പരിഗണനയിൽ വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വേറെ ഒന്നുമില്ല, അത്രയ്ക്കും ചൂടിൽ AC ഇല്ലാത്ത വണ്ടിയിൽ വന്ന് കിടക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോലും ഉള്ളൊരു സാഹചര്യം ഇല്ലാത്ത കമ്പനികളിലാണ് പല കമ്പനികളും. അതിൻ്റേതായ സാഹചര്യം ആരും പരിഗണിക്കാറില്ല, തരാറില്ല. ഞാൻ കണ്ടത് അപൂർവം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഫീൽഡിൽ ഒരുവിധം ആൾക്കാരെ കിട്ടും പുതിയതായിട്ട്. ഇപ്പോൾ ആൾക്കാർ വരവ് കുറവാണ്, ഇതിൻ്റെ എക്സ്പീരിയൻസ് കുറവാണ്. അതിപ്പോൾ നമുക്ക് ഓടുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഓണർമാർക്കാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ഡ്രൈവറെ കിട്ടാനില്ല. എന്തിന് ലോങ് ഓടുന്ന AC പൈനാപ്പിൾ വണ്ടിയിൽ വരെ ഡ്രൈവർമാരെ കിട്ടാനില്ല ഇപ്പോൾ. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടുള്ള സാഹചര്യത്തിൽ വന്ന് പേടിച്ചിട്ട് ഇപ്പോൾ ഒരു വണ്ടിയിൽ മാറി പുറത്തേക്ക് ഓടാൻ തയ്യാറല്ല. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും വരാൻ തയ്യാറല്ല ഈ ഫീൽഡിനോട്. പല ആൾക്കാരും ഇതിൽ നിന്ന് പിന്മാറാണ്. അപ്പോൾ പുറം രാജ്യത്തായ നമ്മുടെ യൂറോപ്യൻ കൺട്രി, ദുബായ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ AC ഉള്ളത് കൊണ്ടാണ്, പിന്നെ പൈസ ശമ്പളം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും പോണത്. അവരുടെ ശരീരത്തിൻ്റെ പോരായികമൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് നമുക്കിവിടെ ഓടുമ്പോൾ നമ്മൾ കുളിക്കാനുള്ള സാഹചര്യം മോശം, ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഇതൊക്കെ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ഇത്രേ ഉള്ളൂ. കാരണം ലോഡ് കൺഫേം ആണെങ്കിൽ മാത്രം വണ്ടികൾ വിടുക. ഇവിടെ വന്ന് ഇതേപോലെ കെട്ടിക്കിടക്കാന്ന് പറഞ്ഞെങ്കിൽ അത് നടക്കണ കേസല്ല. കാരണം അത് അവരുടെ ഈ ഒരു വണ്ടിക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഫിനാൻസ് വരും തോന്നുന്നു, ഡ്രൈവറുടെ ബാറ്റയുടെ കേസ് 2, അവരുടെ മൊത്തത്തിലുള്ള ഒരു വീട്ടിൽ പോകേണ്ട സാഹചര്യങ്ങൾ 3, പിന്നെ അവർക്ക് വേണ്ട ഭക്ഷണ രീതി 4. ചില കമ്പനികളിൽ ഇതൊന്നും നടക്കില്ല. ഇതെല്ലാം കൂടി നടക്കാണ്ട് വരുമ്പോൾ ഏതൊരു ഡ്രൈവർക്കും മടുപ്പ് തന്നെ വരും. അതുകൊണ്ടാണ് ഈ ഫീൽഡിൽ ആരില്ലാത്ത. അതുപോലെ ട്രാൻസ്പോർട്ട് ഓഫീസിനോട് എനിക്ക് പറയാനുള്ളത്, ബ്രോക്കർ ഓഫീസിനോട് പറയാനുള്ളത്, ലോഡ് ഉണ്ടെങ്കിൽ ലോഡ് കൺഫേം ആക്കി വിടുക. അതുപോലെ വാടക നല്ല വാടക ഉണ്ടെങ്കിൽ ആ വാടക കൊടുത്തു വിടുക. ഇല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വേറൊരു പഠനം നടത്തി എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ഈ ഫീൽഡൊക്കെ നശിച്ച് പോവാണ്ട് നോക്കുക. മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ സംരക്ഷിക്കുക. ഇതിന് ലോഡിന് ഫുൾ ഇൻഷുറൻസ് ഉള്ള ലോഡ്, കള്ളന്മാർ പല സ്റ്റേറ്റുകളിൽ ചെല്ലുമ്പോൾ കള്ളന്മാർ ലോഡ് തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ പല വീഡിയോകളും ഇറങ്ങുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ വിവരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഫീൽഡ് നിലനിന്ന് പോകും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സാഹചര്യങ്ങളെല്ലാം, ഡ്രൈവർമാരുടെ എല്ലാ സാഹചര്യങ്ങളും, അതുപോലെ ലോറി ഫീൽഡിലല്ല ഓണർമാരുടെയും കാര്യങ്ങളെല്ലാം പരിഗണിച്ച് എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയാലും എല്ലാ ഗവൺമെൻറ്റും ഇതൊന്ന് നടപ്പിലാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം അത്രയ്ക്കും ദുരിതമേറിയ ഒരു ജീവിതം തന്നെയാണ്. അത് വന്ന് അനുഭവിച്ചറിഞ്ഞ ആൾക്കാർ അത് ശരിക്കും അറിയാൻ പറ്റും. കാരണം ഇപ്പോൾ ചൂട് 46 ഡിഗ്രി 48 ഡിഗ്രി ചൂടുണ്ട്. ഗുജറാത്ത്, ബോംബെ ഓടുമ്പോൾ, അഹമ്മദാബാദ്, രാജസ്ഥാൻ, രാജ്കോട്ട് സൈഡൊക്കെ പോകുമ്പോൾ ഭയങ്കര ചൂടാണ്. ചൂട് നമ്മൾ പണ്ട് കാലത്ത് ഇതിനെ തരണം ചെയ്ത് വന്നിരുന്നെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും വണ്ടി ഈ ഫീൽഡിലോട്ട് ആരും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു റിക്വസ്റ്റ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ കാണാം. ഞാൻ അത്രയ്ക്കും പറയണുള്ളൂ. കാരണം ഇതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ RK സ്റ്റീലിൻ്റെ കമ്പനിയിൽ കണ്ടിട്ട് ബാത്റൂം ഫെസിലിറ്റി എങ്ങനെയുണ്ട്? അതിനെക്കുറിച്ച് RK ഇതിൽ ഈ കമ്പനിയിൽ ബാത്റൂം മാത്രമല്ല, ഫുഡിങ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമാണ്. അതിന് തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന വണ്ടിക്കാർ എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ അവരോട് തന്നെ ചോദിച്ചാൽ മതി. ഇവിടെ വളരെയധികം മോശമാണ് ബാത്റൂമിൽ. ഇപ്പോൾ ഇവിടെ ഒരു ലേഡി ഡ്രൈവറാണ് വരുന്നത് വിചാരിച്ചോ, ലേഡിക്ക് പോകാനുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ആർക്കത് മാന്യമായിട്ട് കിടന്ന് ഉറങ്ങാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. പിന്നെ ബാത്റൂമിൽ പോകാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ മാന്യമായിട്ട് അതിൻ്റെ രീതിയിലുള്ള ഒതുങ്ങി ജീവിക്കാനുള്ളൊരു ഒതുങ്ങി നിൽക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഈ കമ്പനിയിലുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു ഹിന്ദിക്കാരുടെ കമ്പനിയാണത്. നമ്മളൊരു ഹിന്ദിയിലോ അല്ലെങ്കിൽ തമിഴിലോ സംസാരിച്ച് ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. ഷോവിന് മനസ്സിലായ? അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സാഹചര്യം എല്ലാവരും കണ്ട് എല്ലാവരും വളരെയധികം ഷെയർ ചെയ്ത് എല്ലാവരിൽ എത്തിക്കുക. നമുക്ക് ഡ്രൈവർമാർക്കൊരു നല്ലൊരു വരും കാലത്ത്
ഇനി വരും ദിവസങ്ങളിൽ നല്ലൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇലക്ഷനൊക്കെ വരെയല്ലേ, എല്ലാവരും ഇത് കണ്ട് നല്ല രീതിയിൽ ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നു. അത് കണ്ട് എല്ലാവരും വോട്ടൊക്കെ ചെയ്യുക. ഓക്കെ, ബൈ. കട്ട് ചെയ്തോ.